إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ഓരോ ദിവസവും സൂറത്തുൽ ഫാത്തിഹയിലൂടെ ഓരോ മുസ്ലിമും പാരായണം ചെയ്യുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, റബ്ബേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൽ അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നും പറയുന്നത് കാണാം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ധാരാളം പണ്ഡിതന്മാർ പറയുകയുണ്ടായി. ആ സഹായത്തേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹായത്തേട്ടം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള സഹായത്തേട്ടമാണ്. ഈ റമദാനിൽ അതിന്റെ പകുതി കഴിഞ്ഞുകൊണ്ടിരിക്കെ എത്രമാത്രം ആ ദുആഇന് ആവശ്യക്കാരാണ് നമ്മൾ എന്ന് ചിന്തിച്ചു നോക്കും. അല്ലാഹുവിന്റെ സഹായം ദുനിയാവിന്റെ കാര്യങ്ങളിൽ, കച്ചവടത്തിന്റെയും ജോലിയുടെയും ഉപജീവനത്തിന്റെയും പഠനത്തിന്റെയും എല്ലാം കാര്യത്തിൽ തേടുന്ന നമ്മൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹുവിനോട് എത്ര സഹായം തേടിയിട്ടുണ്ട്, അതിന് അവനിൽ എത്ര തവക്കുലാക്കിയിട്ടുണ്ട്, അല്ലാഹുവിൽ എത്ര ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവെ നിന്നെ ആരാധിക്കാൻ ആരോഗ്യത്തോടെ ഇഖ്ലാസോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ഈ റമദാനിൽ നോമ്പെടുക്കാനും രാത്രി നിസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും നന്മകളിൽ സ്വന്തത്തെ ഒതുക്കി നിർത്താനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും സഹായിക്കണേ റബ്ബേ എന്ന് എത്ര തവണ തേടിയിട്ടുണ്ട്. അതിന് എത്ര അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, തവക്കുലിന്റെ വളരെ പ്രധാനപ്പെട്ട ഇനം അത് ഇബാദത്തിന് വേണ്ടി അല്ലാഹുവിൽ തവക്കുലാക്കുക എന്നതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അല്ലാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുക എന്ന കാര്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ ആയത്ത് വിശദീകരിക്കവേ സമാനമായ ആശയമാണ് സൂറത്തുൽ മുൽക്കിലെ ആയത്തിലുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിൽ പറഞ്ഞ അതേ കാര്യമാണ് സൂറത്തുൽ മുൽക്കിൽ ഫഅ്ബുദുഹു വതവക്കൽ അലൈഹി എന്ന ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. ഫഅ്ബുദുഹു, നീ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. വതവക്കൽ അലൈഹി, അവരിൽ നീ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. ചെറിയ പ്രായം തൊട്ടേ നമ്മൾ കേൾക്കുന്ന പദമാണ് തവക്കുൽ. അല്ലാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു.
അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഓരോ തവണ വീട്ടിന് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ പറയുന്നു ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ, എന്താണ് ഈ വാചകം? തവക്കൽതു അലല്ലാഹ്, അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അള്ളാഹുവിൽ ഞാൻ എന്റെ കാര്യങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു, അവനിൽ ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതിന്റെ പ്രത്യേകത? ഈ ദീനിൽ അതിന്റെ സ്ഥാനം എത്രയാണ്? നോക്കൂ, ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നത്. തവക്കുൽ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ ഈമാൻ മുന്നോട്ട് ചലിക്കാൻ അതിന് ശേഷി ഉണ്ടാവുകയുള്ളൂ. നിന്റെ ഈമാനിന് മുന്നോട്ട് പോകാനുള്ള ശേഷി ഉണ്ടാകണോ, തവക്കുൽ ഉണ്ടായിരിക്കണം. തവക്കുൽ എത്രമാത്രം ദുർബലമായോ അത്രമാത്രം ഈമാൻ ദുർബലമായിരിക്കും. ഈമാനിന്റെ നിബന്ധനയായി, ഈമാനിന്റെ ഷർത്തായി, ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുണ്ടെങ്കിലേ ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ, അതിനാണ് ഷർത്ത് എന്ന് പറയുക. നിസ്കാരത്തിന്റെ ഷർത്താണ് വുദു. വുദു ഇല്ലാതെ നിസ്കാരമില്ല, വുദു ഇല്ലാതെ നിസ്കാരമില്ല. ഈമാൻ ഉണ്ടാകണമെങ്കിൽ തവക്കുൽ ഉണ്ടാകണമെന്ന് ഖുർആനിൽ മൂസ അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞതായി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത് കാണാം. യാ ഖൗമി ഇൻ കുൻതും ആമൻതും ബില്ലാഹി ഫഅലൈഹി തവക്കലു. ഓ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ, അവനിൽ ഈമാൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഫഅലൈഹി തവക്കലു, അവനിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊള്ളുക നിങ്ങൾ, അവനിൽ മാത്രം കാര്യങ്ങൾ അർപ്പിച്ചുകൊള്ളുക നിങ്ങൾ. സഹോദരങ്ങളെ നോക്കൂ, ഈമാനിന്റെ നിബന്ധനയായി എണ്ണപ്പെട്ടിരിക്കുന്നു. അത്രയും പ്രാധാന്യമുണ്ട് തവക്കുലിന്, അള്ളാഹുൽ ഭരമേൽപ്പിക്കുക എന്ന കാര്യത്തിന്. നോക്കൂ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള അള്ളാഹുവിന്റെ നബിമാരെല്ലാം റബ്ബിൽ അങ്ങേയറ്റം തവക്കുലാക്കിയവരായിരുന്നു. അവർ അള്ളാഹു അവനിൽ തവക്കുലാക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം. അവനിൽ തവക്കുലാക്കുന്നവരെ അവൻ ഇഷ്ടപ്പെടുന്നു. അതുപോലെ അവനിൽ മുഅ്മിനുകൾ തവക്കുലാക്കിക്കൊള്ളട്ടെ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് കാണാം. മുഅ്മിനുകൾ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊള്ളട്ടെ. എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം? മുഅ്മിനാണോ, നീ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവനായിരിക്കണം, അള്ളാഹുവിൽ തവക്കുലാക്കിയവനായിരിക്കണം. സഹോദര, അതാ നിന്റെ മുന്നിൽ വാതിലുകൾ അടഞ്ഞു എന്ന് കാണുകയാണ്, നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നിനക്ക് മനസ്സിലാവുകയാണ്. ആ സമയത്ത് നിന്റെ കയ്യിലുള്ളതിനേക്കാൾ അള്ളാഹുവിന്റെ പക്കലുള്ളതിൽ നിനക്ക് പ്രതീക്ഷ ഉണ്ടാവുക. ചില ഇമാമുമാർ, മുൻഗാമികൾ പറയുകയുണ്ടായി, നിന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത ദിവസം, നിന്റെ കയ്യിൽ യാതൊന്നും ഇല്ലാത്ത ദിവസം നീ ഏറ്റവും പ്രതീക്ഷയുള്ളവനാവുക, അള്ളാഹുവിൽ ഏറ്റവും ഭരമേൽപ്പിച്ച മനസ്സുള്ളവനാവുക. തവക്കുലിന്റെ തിളക്കം സഹോദരങ്ങളെ നമുക്കവിടെ കാണാം. അത് മൂസ അലൈഹിസ്സലാം ഫിറഔനിൽ നിന്ന്, അവന്റെ സൈന്യത്തിൽ നിന്ന്, ഒന്നാകെ നശിപ്പിക്കാൻ വരുന്ന ആളുകളിൽ നിന്ന് സാധുക്കളായ ബനു ഇസ്രായേലിനെയും കൂട്ടി, ഇസ്രായേൽ മക്കളെയും കൂട്ടി ഓടി രക്ഷപ്പെടുകയാണ്. അബാലവൃദ്ധം ജനങ്ങൾ, ആ പുരുഷന്മാരും വൃദ്ധന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാം അതാ പോകുന്നു. മുന്നിൽ കടലാണ്, പിന്നിൽ ഫിറഔനും കൂട്ടരുമാണ്. അവർ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി രക്ഷയില്ല, മുന്നോട്ട് വഴിയില്ല. മുന്നിൽ കടലാണ്, പിന്നിൽ ഒന്നാകെ നശിപ്പിക്കാൻ വരുന്ന സൈന്യവും. അവൻ ദേഷ്യം പിടിച്ച് പുറപ്പെട്ടതാണ്. ഫിറഔൻ പറഞ്ഞു, ഇന്ന ഹൗലാഇ ലശിർദിമത്തുൻ ഖലീലൂൻ വഇന്നഹും ലനാ ലഗായിദൂൻ വഇന്നാ ലജമീഉൻ ഹാദിറൂൻ. ഇത് ഒരു ചെറിയ സംഘമാണ്, ഒരു ന്യൂനപക്ഷം, നമുക്ക് കോപമുണ്ടാക്കിയിരിക്കുന്നവർ, നമ്മെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നവർ. എന്നാൽ നമ്മളാകട്ടെ ശക്തനാണ്, നമ്മൾ സംഘം ചേർന്നവരാണ്, നമ്മൾ ഐക്യമുള്ളവരാണ് എന്നിങ്ങനെയെല്ലാം അഹങ്കരിച്ച് ഒന്നാകെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ട സൈന്യം പിന്നിലുണ്ട്. ക്രൂരന്മാരായ ആളുകൾ, കാരുണ്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ, കുഞ്ഞുമക്കളെ, ചെറിയ കുട്ടികളെ അറുത്തു കൊലപ്പെടുത്തുന്നവർക്ക് എന്ത് കാരുണ്യമാണുള്ളത്? അവന്റെ മനസ്സിൽ എവിടെയാണ് അലിവ് ബാക്കിയുള്ളത്? ഇങ്ങനെയുള്ള സംഘമാണ് പിന്നിലുള്ളത്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ. പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. മൂസാ അലൈഹിസ്സലാമിന്റെ വാക്കെന്താണ്? കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അല്ല, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരികയാണ്.
അവൻ എനിക്ക് വഴി കാണിച്ചു തരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ വഴി കാണിച്ചു കൊടുക്കുന്നു. അല്ലാഹു പറയുന്നു, താങ്കളുടെ വടി കൊണ്ട് കടലിൽ അടിക്കുക. മൂസ അലൈഹിസ്സലാം കടലിൽ അടിച്ചപ്പോൾ കടലിന്റെ റബ്ബ്, സമുദ്രങ്ങളുടെ റബ്ബ് അതിനെ പിളർത്തുകയാണ്. ഉണങ്ങിയ ഒരു പാത മുന്നിൽ തെളിയുകയാണ്. മൂസാ നബിയും ഇസ്രായേൽ മക്കളും അതിലൂടെ കടക്കുന്നു. പിന്നാലെ വന്ന ഫിർഔനും കൂട്ടരും അതിൽ മുങ്ങി നശിച്ചു പോകുന്നു. എങ്ങനെ അഹങ്കരിച്ചവനായിരുന്നു അവൻ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അവന്റെ അഹങ്കാരത്തെ കുറിച്ച്. അലൈസ ലി മുൽക്കു മിസ്ര വഹാദിഹി അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. എനിക്കല്ല ഈ ഈജിപ്തിന്റെ മിസ്റിന്റെ ആധിപത്യമുള്ളത്, ഈ നദികളെല്ലാം എനിക്ക് കീഴിലല്ലേ ഒഴുകുന്നത്? അവൻ അഹങ്കരിച്ച അഹങ്കാരം നോക്കൂ. ഈ നദികളെല്ലാം എനിക്ക് കീഴിലാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞവനെ അല്ലാഹു അതുപോലുള്ള വെള്ളത്തിൽ നിന്ദനാക്കി മുക്കി നശിപ്പിച്ചു കളയുകയാണ്. എവിടെ പോയി അവന്റെ സൈന്യം? ആരാണ് അവന്റെ രക്ഷക്കുണ്ടായത്? എന്നാൽ കയ്യിലൊന്നുമില്ലാത്ത സാധുക്കളാണ് മൂസാ അലൈഹിസ്സലാമും കൂട്ടരും. പക്ഷേ റബ്ബ് സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ രക്ഷപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? എന്തുകൊണ്ടാണ്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്. വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹ്, അവൻ അല്ലാഹു മതി. അവൻ അല്ലാഹു മതി എന്നാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു മതി, അവൻ അല്ലാഹു ഇന്നത് നൽകും, അങ്ങനെ നൽകും, ഇങ്ങനെ നൽകും എന്നൊന്നുമല്ല. ഫഹുവ ഹസ്ബുഹ്, അവൻ അല്ലാഹു മതി. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബ്ബ് സമാനമായ വാഗ്ദാനം നൽകിയത് നമുക്ക് കാണാം. യാ അയ്യുഹൻ നബി ഹസ്ബുകല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. യാ അയ്യുഹൻ നബി, ഓ നബിയേ, ഹസ്ബുകല്ലാഹ്, താങ്കൾക്ക് അല്ലാഹു മതി. വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ, താങ്കളെ പിൻപറ്റിയ മുഅ്മിനുകൾക്കും അല്ലാഹു മതി. നോക്കൂ, അല്ലാഹു മതി നിനക്ക് ഇന്ന് റബ്ബ് പറയുമ്പോൾ അതിൽ ആശ്വാസം കൊള്ളുന്ന മുഅ്മിൻ, അവനിൽ ഭരമേൽപ്പിക്കുന്ന മുഅ്മിൻ, അവന്റെ ഹൃദയം എത്രമാത്രം സമാധാനം നിറഞ്ഞതായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കും ഇവനാകെ പ്രശ്നത്തിലാണ്, കുഴപ്പത്തിലാണ്, ഇവനാകെ ശത്രുക്കൾക്ക് നടുവിലാണ്. എന്നാൽ അല്ലാഹുൽ തവക്കുലാക്കിയ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആനന്ദമെങ്ങാനും ഈ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് നേടിയെടുക്കാൻ അവർ സ്വർണവും വെള്ളിയും ചെലവഴിച്ചനെ. അത്രയും വിലപ്പെട്ട കാര്യമാണ്. യാ അയ്യുഹൻ നബി ഹസ്ബുകല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നോക്കൂ, അല്ലാഹു നൽകുന്ന ആശ്വാസമാണത്. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ആശ്വാസവാക്കാണത്. അതിൽ ഭരമേൽപ്പിച്ച ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് ഏറെ സമാധാനത്തിനാണ്, അവൻ തൃപ്തിയിലാണുള്ളത്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച, ഈമാൻ സ്വീകരിച്ച, എന്നാൽ അത് മറച്ചു വച്ചിരുന്ന ഒരാളെ കുറിച്ച് അല്ലാഹു അതാ സൂറത്തു ഗാഫിറിൽ ഒരുപാട് ആയത്തുകളിലൂടെ പറഞ്ഞത് കാണാം. അദ്ദേഹം ഫിർഔനിന്റെ കുടുംബക്കാരിൽപ്പെട്ടവരായിരുന്നു. ഇബ്രാഹിം ഇസ്രായേലി ആയിരുന്നില്ല. മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത് ബഹുഭൂരിപക്ഷവും ഇസ്രായേലികളായിരുന്നു, ബനു ഇസ്രായേലായിരുന്നു. എന്നാൽ ഫിർഔനിന്റെ കൂട്ടരിൽ നിന്ന് വിശ്വസിച്ചതോ വളരെ ചുരുങ്ങിയ ആളുകൾ, വളരെ ചുരുങ്ങിയ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായിരുന്നു. അല്ലാഹു ഖുർആനിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇല്ലാ ദുർരിയത്തും മിൻ ഖൗമിഹി, വളരെ കുറച്ച് ആളുകൾ മാത്രം, അതും ഫിർഔനിനെ പേടിച്ചുകൊണ്ട്. അങ്ങനെയുള്ളവരെ ഫിർഔനിന്റെ കുടുംബത്തിൽ നിന്ന് മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ മനോഹരമായ വാക്കുകൾ ഖുർആനിൽ സൂറത്തു ഗാഫിറിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. وقال رجل مؤمن من آل فرعون يكتم إيمانه أتقتلون رجلا أن يقول ربي الله എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ ഫിർഔനിന്റെ കൂട്ടരിൽ നിന്ന്, ഫിർഔനിന്റെ കുടുംബക്കാരിൽ നിന്ന്, എന്നാൽ മുഅ്മിനായിരുന്ന, തന്റെ ഈമാൻ മറച്ചു വെച്ചിരുന്ന ഒരാൾ ഫിർഔൻ മൂസയെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഒരു മുശാവറയുടെ ഭാഷയിൽ, ഒരു എതിർപ്പിന്റെ ഭാഷയിലല്ല, മറിച്ചൊരു കൂടിയാലോചനയുടെ ഭാഷയിൽ അദ്ദേഹം അതിനെ എതിർക്കുകയാണ്. കാരണം അദ്ദേഹം ഈമാൻ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ് വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിൻ റബ്ബികും വയകു കാദിബൻ ഫഅലൈഹി കദിബുഹു വയകു സാദിഖൻ യുസിബുകും ബഅദുല്ലദി യഅദുകും. അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ഒരാളെ കൊല്ലുകയോ,
നോക്കൂ നിങ്ങൾ, അതൊരു മുഷാവറയുടെ ഭാഷയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതൊരു ചർച്ചയുടെ കൂടിയാലോചനയുടെ ഭാഷയാണ്. കാരണം അദ്ദേഹം ഈമാൻ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് അവരെ ഫിറഔനും കൂട്ടർക്കും ധാരാളം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് അള്ളാഹു ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു, വഉഫൗവിദു അംരി ഇലല്ലാഹ്, ഞാൻ എന്റെ കാര്യം അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൽ തന്നെ ഏൽപ്പിക്കുക എന്ന തഫ്വീർ തവക്കുലാണ്. എന്താണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്? അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു. അവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ സംരക്ഷിച്ചു. നോക്കൂ, ഒറ്റക്കൊരു മനുഷ്യൻ ഫിറഔന്റെ കൂട്ടർക്കിടയിൽ ഇങ്ങനെ സംസാരിച്ചു, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു, അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അത്ഭുതകരമാണ് തവക്കുലിന്റെ കാര്യം. അത്ഭുതകരമാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന കാര്യം. അത് നമ്മുടെ ഈമാനിൽ നമുക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ദീനിന്റെ പകുതി അതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. എന്താണ് ഈ തവക്കുൽ എന്ന് പറയുന്നത്? അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? പണ്ഡിതന്മാർ പറയുന്നു, 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ തവക്കുൽ ഉണ്ടാവുകയുള്ളൂ. 3 കാര്യങ്ങളില്ലാതെ തവക്കുലില്ല. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള നിന്റെ അറിവാണ്. അവനെക്കുറിച്ച് നീ മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. അവനെക്കുറിച്ച് നീ പഠിച്ചിരിക്കണം. അങ്ങനെ അവനുള്ള വിശേഷണങ്ങൾ നീ അവനുണ്ടെന്ന് വിശ്വസിച്ചിരിക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ സിഫത്തുകളെ, അള്ളാഹുവിന്റെ പേരുകളെ, അവന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന പിഴച്ച കക്ഷികൾക്ക് ഒരു മുതവക്കിലാകാൻ, അള്ളാഹുൽ യഥാർത്ഥ തവക്കുലാക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ഖദറിൽ, അവന്റെ വിധിയിൽ വിശ്വസിക്കാത്തവന് അള്ളാഹുൽ തവക്കുലാക്കാൻ സാധ്യമല്ല. നോക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുവന് അള്ളാഹുൽ തവക്കുലാക്കുക സാധ്യമല്ല. മറിച്ച് നീ എങ്ങനെയാണ് അള്ളാഹുൽ തവക്കുലാക്കുക? നീ വിശ്വസിക്കുന്നു എന്റെ റബ്ബ് എല്ലാം അറിയുന്നവനാണ്, അവനറിയാത്തതായി യാതൊന്നുമില്ല, അവനറിയാത്ത ഒന്നുമില്ല. وعنده مفاتح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين وعنده مفاتح الغيب. അദൃശ്യങ്ങളുടെ താക്കോലുകൾ അവന്റെ കയ്യിലാണ്. لا يعلمها إلا هو, അവനല്ലാതെ അത് അറിയുകയില്ല. ويعلم ما في البر والبحر, കരയിലും കടലിലുമുള്ളതെല്ലാം അവൻ അറിയുന്നു. ഈ കരയിലും കടലിലുമുള്ള കോടാനുകോടി പടപ്പുകൾ അതേക്കുറിച്ച് റബ്ബിനറിയാം. ولا حبة في ظلمات الأرض, ഭൂമിയുടെ ഇരുട്ടുകൾക്കുള്ളിലുള്ള ഒരു ധാന്യമണിയാകട്ടെ അല്ലാഹു അതറിയുന്നു. ولا رطب ولا يابس, ഉണങ്ങിയതോ പച്ചയോ ആയ, അതായത് ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ എന്താകട്ടെ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടതല്ലാതെ യാതൊന്നുമില്ല. ഇതാ ഈ ഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണം റബ്ബിനറിയാം. ഒരു മഴ പെയ്യുമ്പോൾ അതിലെ ഓരോ തുള്ളിയെക്കുറിച്ചും റബ്ബിനറിയാം, ഇതെവിടെയാണ് പോയി പതിക്കുന്നത്. സമുദ്രങ്ങളിലെ നുരകളുടെ എണ്ണം റബ്ബിനറിയാം. അതാ ഒരു ഉണങ്ങിയ ഇല വീഴുമ്പോൾ അതേക്കുറിച്ച് റബ്ബറിയുന്നു. അതിങ്ങനെ ആടി ആടി താഴേക്ക് പതിക്കുന്നത് വെറുതെ സംഭവിക്കുന്നതാണെന്ന് നീ വിചാരിച്ചിട്ടുണ്ടോ? അല്ല, അള്ളാഹുവിന്റെ ഇൽമ് അതിന് പിന്നിലുണ്ട്. അവന്റെ ഹിക്മ, അവന്റെ മഹത്തരമായ യുക്തി അതിന്റെ പിന്നിലുണ്ട്. അതുപോലെ അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് അള്ളാഹു തവക്കുലാക്കുന്നത്. എന്റെ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല. എത്ര തവണയാണ് അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ചു പറഞ്ഞത്? ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്, ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ്. അവന് കഴിയാത്ത യാതൊന്നും തന്നെയില്ല. റബ്ബ് അവൻ ഖവിയാണ്, ഏറ്റവും ശക്തനാണ്. അവനെ പോലെ ഖുവ്വത്തുള്ള മറ്റാരും തന്നെയില്ല. അവനാണ് ഖാലിഖ്, അവനാണെല്ലാം സൃഷ്ടിച്ചവൻ. അവൻ വിധിച്ചതല്ലാതെ നടക്കുകയില്ല. അവൻ തീരുമാനിച്ച തീരുമാനത്തെ മാറ്റിമറിക്കാനോ, അവൻ നൽകുന്നത് മുടക്കാനോ, അവൻ മുടക്കാൻ തീരുമാനിച്ചത് നൽകാനോ ഒരാളും തന്നെയില്ല. ഓരോ നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ പറയുന്നത് പോലെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ ആരുമില്ല, നീ തടയുന്നത് നൽകാനും ആരുമില്ല. നോക്കൂ, ഈ വിശ്വാസമുള്ളവനല്ലാതെ അല്ലാഹുൽ തവക്കുലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരുകൾ, അവന്റെ വിശേഷണങ്ങൾ
എത്രമാത്രം നമ്മൾ പഠിക്കുന്നു. സഹോദര, നീ നിന്റെ റബ്ബിനെ കുറിച്ച് എത്ര നന്നായി പഠിക്കുന്നു അത്രയും നിനക്ക് റബ്ബിൽ തവക്കുലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ നബിമാരാണ് ഏറ്റവും റബ്ബിൽ തവക്കുലാക്കിയവർ. എന്തുകൊണ്ട്? കാരണം അവരാണ് റബ്ബിനെ ഏറ്റവും നന്നായി അറിഞ്ഞവർ. അവരെ പോലെ റബ്ബിനെ അറിഞ്ഞവർ മറ്റാരുമില്ല. അതുകൊണ്ട് പഠിക്കൂ, അല്ലാഹുവിനെ കുറിച്ച് അറിയൂ. അവന്റെ പേരുകളെ വിശേഷണങ്ങളെ നിഷേധിക്കുന്ന വഴിപിഴച്ച കക്ഷികളെ കുറിച്ച് മനസ്സിലാക്കൂ. നമ്മുടെ നാട്ടിലെല്ലാം ഉള്ള ഭൂരിഭാഗമുണ്ടെന്ന് അവകാശപ്പെടുന്ന അശായികൾ എന്നറിയപ്പെടുന്നവർ അല്ലാഹുവിന്റെ പേരുകളെ അതിലടങ്ങിയിട്ടുള്ള ധാരാളം വിശേഷണങ്ങളെ നിഷേധിക്കുന്നവരാണ്. ധാരാളം റബ്ബിന്റെ വിശേഷണങ്ങളെ നിഷേധിക്കുന്നവരാണ്. അല്ലാഹു അതാ ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഓരോ രാത്രിയിലും അതിന്റെ അവസാനത്തെ 1/3 ബാക്കിയുള്ളപ്പോൾ ഇറങ്ങി വരുന്നു എന്ന ഹദീസിനെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ദീനിന്റെ ആളുകളാണത് പഠിക്കുന്നവരാണ്, ഞങ്ങൾ പഠിപ്പിക്കുന്നവരാണ് എന്ന് അവകാശപ്പെടുന്നവരാണ് നിഷേധിക്കുന്നത്. സാധാരണക്കാരല്ല. അവൻ ചോദിക്കുകയാണ്, ഏത് രാത്രിയിൽ എന്നവൻ ചോദിക്കുകയാണ്. ഇവിടെ രാത്രിയാകുമ്പോൾ മറ്റൊരു നാട്ടിൽ പകലല്ലേ എന്നിങ്ങനെ ചോദിക്കാൻ. എന്താണ് അവൻ റബ്ബിനെ കുറിച്ച് വിശ്വസിച്ചിട്ടുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് നീ എന്തേ കരുതി പോകുന്നത്? ഖുർആനിൽ അള്ളാഹു ചോദിച്ചതുപോലെ റബ്ബുൽ ആലമീനെ കുറിച്ച് നിങ്ങളുടെ വിചാരം എന്താണ്? റബ്ബിനെ കുറിച്ച് നിങ്ങൾ എന്തേ വിചാരിച്ചു വച്ചിരിക്കുന്നത്? അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിന് എന്തു പ്രയാസം! മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ. ينزل ربنا تبارك وتعالى حين يبقى ثلث الليل الآخر يقول من يدعوني فأستجيب له ومن يستغفرني فأغفر له ومن يسألني فأعطيه. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച അവരുടെ സഹീഹുകളിലുള്ള മുത്തുമണികൾ പോലെയുള്ള സനദുകൾ കൊണ്ട് കൈമാറി വന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. രാത്രിയുടെ 1/3 അവസാനം ബാക്കിയുള്ളപ്പോൾ അതാ നമ്മുടെ റബ്ബ് ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരും. ചോദിക്കും അവൻ, ആരുണ്ടെന്നോട് പ്രാർത്ഥിക്കാൻ ഞാൻ അവന് നൽകാം, ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ ഞാൻ അവന് പുറത്തു കൊടുക്കാം, ആരുണ്ടെന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകാം. പ്രിയ സഹോദരങ്ങളെ, ഇത് നിഷേധിക്കുന്നവർ അവരുടെ ഈമാനികമായ എത്ര വലിയ അനുഭവത്തെയാണ് നിഷേധിച്ചു തള്ളത്. ആലോചിച്ചു നോക്കൂ. മുഅ്മിനീങ്ങൾ ആ സമയത്ത് എഴുന്നേറ്റാൽ എന്റെ റബ്ബ് ഭൂമിയുടെ അടുത്ത ആകാശത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, അവന്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ ഇറങ്ങി വരുന്ന നേരമാണ്. ഞാൻ അല്ലാഹുവിനോട് പാപമോചനം തേടേണ്ട, ചോദിക്കാനുള്ളത് ചോദിക്കേണ്ട സമയമാണ്. നുസൂലുൽ ഇലാഹായ റബ്ബ് ഇറങ്ങി വരുന്ന സമയം. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന നേരമാണ് സുഹൂറിന്റെ അത്തായത്തിന്റെ നേരമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. താഴത്തിൽ എഴുന്നേറ്റാൽ മറന്നുപോകരുത്, ഒരു തവണയെങ്കിലും അല്ലാഹുവിനോട് അല്ലാഹു എനിക്ക് പുറത്തു തരണേ എന്ന് ചോദിക്കാൻ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ട് ചോദിക്കും, അല്ലാഹുവിനോട് പാപമോചനം തേടൂ, അല്ലാഹു ദുആ സ്വീകരിക്കും. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് ഈമാനികമായ എത്ര വലിയ അനുഭവത്തെയാണ് ഇതിനെ നിഷേധിക്കുന്നത്. എത്ര വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള ഹദീസിനെ നിഷേധിക്കുന്നവർ അല്ലാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ്. അവർ നിഷേധിക്കുന്നത് ഇത് മാത്രമല്ല, ധാരാളം കാര്യങ്ങളുണ്ട്. മുഅ്മിനുകളെ അഹ്ലുസുന്നത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ യഥാവിധി മനസ്സിലാക്കി, അല്ലാഹുവിനുള്ള വിശ്വാസം യഥാവിധി മനസ്സിലാക്കിയ ആളുകളിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ച് പഠിക്കൂ, അവന്റെ ഇസ്മ സിഫത്തുകളെ കുറിച്ച് പഠിക്കൂ. എങ്കിൽ അല്ലാഹുവിൽ നിനക്ക് യഥാർത്ഥ തവക്കുലാക്കാൻ സാധിക്കും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, ബദ്ലുൽ അസ്ബാബ്, അഥവാ നിനക്ക് ചെയ്യാൻ അല്ലാഹു സൗകര്യം നൽകിയിട്ടുള്ള സബബുകളുണ്ട്, അഥവാ കാരണങ്ങളുണ്ട്. ഈ ലോകത്ത് അല്ലാഹു കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് നീ പ്രവർത്തിക്കുക. ഹലാലായ കാരണങ്ങൾ നീ പ്രവർത്തിക്കുക. എന്താണത് ഹലാലായ കാരണങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ? നീ നോക്കൂ, നിനക്ക് മക്കളുണ്ടാകണം, അല്ലാഹു നീ അതിന് തവക്കുലാക്കണം, അതോടൊപ്പം നീ അതിന് വിവാഹം ചെയ്യണം. നിനക്ക് സമ്പാദ്യമുണ്ടാകണം, അല്ലാഹു നീ അതിൽ തവക്കുലാക്കണം. നിന്റെ ശരീരം കൊണ്ട് നീ അതിന് അധ്വാനിക്കണം. അല്ലാഹു ഹലാലാക്കിയ അധ്വാനം, ജോലിയോ അതല്ലെങ്കിൽ കച്ചവടമോ, ഇങ്ങനെ അല്ലാഹു ഹലാലാക്കിയ കച്ചവടം എന്താണോ, അല്ലാഹു ഹലാലാക്കിയ സബബ് എന്താണോ, ഇത് സ്വീകരിക്കുക തവക്കുലിന്റെ പ്രധാനപ്പെട്ട ഇനമാണ്.
ഇതുണ്ടെങ്കിലാണ് യഥാർത്ഥത്തിൽ തവക്കുലാവുക. തവക്കുലാക്കുക ഇതുണ്ടെങ്കിലാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അല്ലാഹുൽ തവക്കുലാക്കിയ മറ്റാരുമില്ല. പക്ഷേ നബി സബബുകൾ സ്വീകരിച്ചിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ അവിടുന്ന് ബാഹറ ബൈന ദിറാഇ രണ്ട് പടച്ചട്ടകൾ മേൽക്കുമേൽ അണിഞ്ഞു എന്ന് ഹദീസുകളിൽ കാണാം. ഒരു പടച്ചട്ടക്കുമേൽ മറ്റൊരു പടച്ചട്ട, ആയുധം ശരീരത്തിൽ ഏൽക്കാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അണിഞ്ഞു. നബി അല്ലാഹുവിൽ ആരെക്കാളും തവക്കുലാക്കിയ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടയങ്കി അണിഞ്ഞിരിക്കുന്നു. അതെന്താണ്? അത് സബബ് സ്വീകരിക്കണം. അത് അല്ലാഹു നൽകിയ കാരണം സ്വീകരിക്കണം. അടുത്ത യുദ്ധം ഖന്ദഖ് എന്നറിയപ്പെടുന്ന യുദ്ധം, അതിന്റെ പേര് അഹ്സാബ് എന്നും ഖന്ദഖ് എന്നുമാണ്. എന്തുകൊണ്ടാണ് അതിന് ഖന്ദഖ് എന്ന് പേര് വന്നത്? മുശ്രിക്കുകൾ മദീനയിലേക്ക് കടന്നു കയറാതിരിക്കാൻ മഹാനായ സഹാബി സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് ചുറ്റും വലിയ കിടങ്ങ് കുഴിക്കുകയാണ്, വലിയ കുഴി കീറുകയാണ്. നോക്കൂ നിങ്ങൾ, അത് ശബമാണ്. ശത്രുക്കൾ വരുന്നെങ്കിൽ വരുന്നത് പോലെ വന്നോട്ടെ, അള്ളാഹു അവരെ തടഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞിരിക്കുകയല്ല. മറിച്ച് ഹൃദയം കൊണ്ട് അള്ളാഹു തവക്കുലാക്കിക്കൊണ്ട് ശരീരം കൊണ്ട് ആ കിടങ്ങവർ കീറുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കീറിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ. അല്ലാഹുവേ, നിന്റെ ഖൈറല്ലാതെ ഒരു ഖൈറില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണമേ. സഹാബത്ത് അവരും ആ ജോലി ഒന്ന് എളുപ്പമാകാൻ കവിത പാടുകയുണ്ടായി. നഹ്നു അല്ലദീന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. ഞങ്ങളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്ത, അനുസരണ പ്രതിജ്ഞ ചെയ്ത ആളുകൾ, മരണം വരെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിജ്ഞ ചെയ്ത ആളുകളാണ് ഞങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്ദഖിൽ കുഴി കീറിയിട്ടുണ്ട്. അതുപോലെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുവാൻ വഴി കാണിച്ചു തരാൻ ഒരാളെ കൂടെ കൂട്ടിയിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ഉറൈഖ് എന്നു പേരുള്ള ആളെ, അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, പക്ഷെ അദ്ദേഹം ആ കാര്യത്തിൽ വിശ്വസിക്കാൻ പോകുന്ന ആളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും വഴി കാണിച്ചു തരാൻ ആളായി, ദലീലായി, ദല്ലാലായി അദ്ദേഹത്തെ കൂടെ കൂട്ടിയിരുന്നു. നോക്കൂ നിങ്ങൾ, അത് സബബ് സ്വീകരിക്കണം. അതുപോലെ ഹദീസുകളിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിനു വേണ്ടി നബിയുടെ കുടുംബത്തിനു വേണ്ടി ഒരു വർഷത്തേക്കുള്ള ഭക്ഷണം സല്ലല്ലാഹു അലൈഹി വസല്ലം നീക്കി വെച്ചിരുന്നു. ഹദീസുകളിൽ കാണാം, നബിയുടെ ധാരാളമായ ദാനധർമ്മം കാരണത്താൽ അത് വേഗം തീർന്നു പോകാറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വആലിഹി സഹ്ബിഹി വസല്ലം. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ എടുത്തു വെച്ചു എന്നത് സബബ് സ്വീകരിക്കാനുള്ള തെളിവാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, സബബുകൾ സ്വീകരിക്കുക. നീ അതിനുവേണ്ടി കാര്യം നടക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുള്ള വഴി സ്വീകരിക്കുക എന്നത് തവക്കുലിന്റെ ഭാഗമാണ്. എന്നിട്ട് നീ അള്ളാഹുൽ തവക്കുലാക്കുക. ഞാൻ എന്റെ ഒട്ടകത്തെ കെട്ടിയിടണോ, അതല്ല അള്ളാഹുൽ തവക്കുലാക്കണോ എന്ന് ചോദിച്ച സഹാബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? യഖിൽഹാ വതവക്കൽ, നീ അതിനെ കെട്ടിയിടുക എന്നിട്ട് തവക്കുലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രകൾ പോകുമ്പോൾ യാത്രക്കുള്ള വിഭവങ്ങൾ, യാത്രക്ക് കൂടെ കരുതേണ്ട ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നബി കൂടെ കരുതിയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹദീസുകളിൽ കാണാം, യാത്രക്കിടയിൽ അവരുടെ കയ്യിൽ കരുതിയിരുന്ന വെള്ളം തീർന്നുപോയി. ഹദീസുകളിൽ കാണാം, അവർ വെള്ളം കരുതിയിരുന്നു, അവർ വേണ്ടുന്ന ഭക്ഷണം കരുതിയിരുന്നു, ഭക്ഷണം തീർന്നുപോയി. ചില സന്ദർഭങ്ങളിൽ വെള്ളം തീർന്നുപോയി എന്ന ഹദീസുകളിൽ കാണാം. ധാരാളം സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യാൽ അത്ഭുതമായി അള്ളാഹു ഭക്ഷണവും വെള്ളവും വർദ്ധിപ്പിച്ച സഹാബിമാർക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് വരെ നൽകിയിട്ടുണ്ട്. പക്ഷെ അവർ ആദ്യം അത് കൊണ്ടുപോയിരുന്നു, കരുതിയിരുന്നു. നോക്കൂ, സബബുകൾ സ്വീകരിക്കണം എന്നതിനുള്ള തെളിവാണത്. ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് ഇതാണ് രണ്ടാമത്തെ തവക്കുലിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഒന്ന്, അള്ളാഹുവിനെ അറിയുക, മനസ്സിലാക്കുക. രണ്ടാമത്തേത് സബബുകൾ സ്വീകരിക്കുക, അള്ളാഹു അനുവദിച്ച സബബുകൾ സ്വീകരിക്കുക എന്നതാണ്. അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ മനസ്സിലാക്കാനും അവനിൽ ഏറ്റവും നന്നായി തവക്കുൽ ചെയ്യാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله
والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. പ്രിയമുള്ള സഹോദരങ്ങളെ, തവക്കുലിന്റെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഭാഗം അമലുൽ ഖൽബ്, ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ തവക്കുൽ എന്താണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് തന്നെ അമലുൽ ഖൽബ്, ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് എന്നതാണ്. ഇതില്ലാതെ തവക്കുലില്ല. ഹൃദയം കൊണ്ട് നീ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക, നീ അവനെ കാര്യമേൽപ്പിക്കുക, അവനെക്കുറിച്ച് ഏറ്റവും നല്ല ചിന്ത വെച്ച് പുലർത്തിക്കൊണ്ട്. നോക്കൂ, നമ്മൾ യാത്ര പോകുമ്പോൾ നാട്ടിലാക്കി പോകുന്ന ആളുകളോട് പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോകുന്നു. എങ്ങനെയുള്ളവനാണ് റബ്ബ്? ലാ തദീഉ വദാഇഉഹു, ലാ തദീഉ വദാഇഉഹു. അവനെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഒരിക്കലും പാഴായി പോവുകയില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹാജർ റളിയല്ലാഹു അൻഹ, അവരെ ആ മണലാരണ്യത്തിൽ ഒന്നുമില്ലാത്ത, ഒരു മനുഷ്യനുമില്ലാത്ത, ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാത്ത ആ മരുഭൂമിയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ ഉപേക്ഷിച്ചു പോയ സന്ദർഭത്തിൽ ചെറിയ കുഞ്ഞ്, പാല് കുടിക്കുന്ന കുഞ്ഞാണ് ഇസ്മായിൽ. കുഞ്ഞിനെയും ഉമ്മയെയും അതാ മക്കയിൽ ഉപേക്ഷിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാം തിരിഞ്ഞു നടക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്തതായിരുന്നു അത്, അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് ചെയ്തതായിരുന്നു അത്. അള്ളാഹു അവന് മഹത്തരമായ ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. നോക്കൂ നിങ്ങൾ, ഹാജർ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ചോദിക്കുകയുണ്ടായി. ഇബ്രാഹിം നബി നടന്നു പോകുമ്പോൾ, ഞങ്ങളെ ഇതാ ഒരു മനുഷ്യനോ ഒരു വസ്തുവോ ഇല്ലാത്ത ഇവിടെയാക്കി, എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത്? എങ്ങോട്ടാണ് താങ്കൾ പോകുന്നത്? അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു ആണോ താങ്കളോട് ഇത് കൽപ്പിച്ചത്? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അതെ. ഹാജർ പറയുകയാണ്, ഇദൻ ലാ യുദയ്യിഉനാ, എങ്കിൽ അല്ലാഹു നമ്മെ പാഴാക്കി കളയുകയില്ല. അതുകൊണ്ട് റബ്ബിനെ ഏൽപ്പിച്ചാൽ, റബ്ബിൽ അവലംബിച്ചാൽ അവൻ പാഴാക്കി കളയുകയില്ല എന്ന ഉത്തമ ബോധ്യം അള്ളാഹുവിനെ കുറിച്ച് വെച്ചു പുലർത്തിക്കൊണ്ട്, അവനിൽ കാര്യമേൽപ്പിച്ചുകൊണ്ട്, അവനിൽ ഭരമേൽപ്പിച്ചു. അങ്ങനെയാണ്. ആ ഹൃദയത്തിന്റെ പ്രവർത്തനമില്ലാതെ തവക്കുലില്ല. തവക്കുൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ പലരും പറഞ്ഞത് കാണാം, ഖത്ഉ النظر عن الاسباب بعد فعل الاسباب، ഖത്ഉ النظر الى الاسباب بعد فعل الاسباب. സബബുകൾ, നീ ചെയ്യേണ്ട പ്രവർത്തനം ചെയ്തതിനു ശേഷം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോലിയും കച്ചവടവും വിവാഹവും മറ്റുള്ള നമ്മുടെ നടപടികളുമെല്ലാം, ഏതേത് കാര്യങ്ങളാകട്ടെ, ഒരു വീട് പൂട്ടി പുറത്തിറങ്ങുകയാണ്, നീ നിന്റെ പണപ്പെട്ടി പൂട്ടി ഇറങ്ങുകയാണ്, അത് അടച്ചുപൂട്ടുക, അത് നീ ചെയ്യേണ്ട സബബാണ്. എന്നാൽ നിന്റെ ഹൃദയം ഒരിക്കലും നീ താഴിട്ട് പൂട്ടിയ പൂട്ടുകളിലല്ല, നിന്റെ ഭദ്രമായ വീടുകളിലല്ല, ഒന്നിലുമല്ല, നീ ഏൽപ്പിച്ചു പോയ കാവൽക്കാരനിലുമല്ല, അള്ളാഹുവിലാണ് നിന്റെ ഹൃദയം അവലംബിക്കേണ്ടത്. അള്ളാഹുൽ മാത്രം, റബ്ബിൽ മാത്രം. നോക്കൂ, അങ്ങനെ സബബുകൾ ചെയ്തതിനു ശേഷം പിന്നെ സബബുകളെ തിരിഞ്ഞു നോക്കാതിരിക്കുക, ഹൃദയം അള്ളാഹുൽ അവലംബിക്കുക. അതുകൊണ്ടാണ് നോക്കൂ, ഇമാമുൽ ഖയ്യിമിനെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, തവക്കുൽ എന്നാൽ ഇദ്റാബുൻ ബിലാ സുകൂൻ വസുകൂനുൻ ബിലാ ഇദ്റാബ്. തവക്കുൽ എന്നാൽ എന്താണ്? ഇദ്റാബുൻ ബിലാ സുകൂൻ, നീ പ്രവർത്തിക്കുക, അടങ്ങി നിൽക്കാതെ പ്രവർത്തിക്കുക, എന്നാൽ പ്രവർത്തിക്കാതെ അടങ്ങി നിൽക്കുകയും ചെയ്യുക. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നീ ശരീരം കൊണ്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്യുക, പക്ഷെ ഹൃദയം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ശാന്തമായിരിക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൽ അവനെ കൊണ്ടുള്ള ദിക്ർ, അതുകൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, മറ്റെന്തിലാണ് നമുക്ക് തവക്കുലാക്കാനുള്ളത്? എന്തിനാണ് നമുക്ക്, ആരെയാണ് നമുക്ക് ഏൽപ്പിക്കാനുള്ളത്? അപകടങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ? പുറത്തിറങ്ങിയാൽ ഓരോ ദിവസവും അപകടങ്ങളുടെ വാർത്തകൾ നമ്മൾ കേട്ടില്ല. ഇന്നലെ നമ്മൾ വായിച്ചില്ലേ, കേട്ട് ഒരു ചെറിയ കുട്ടിയാണ്, സ്കൂളിൽ നിന്ന് അതിനെ വീട്ടുമുറ്റത്തേക്ക് ഇറക്കി
ആ ഡ്രൈവർ ആ വാഹനം പിന്നോട്ടെടുത്തു. അതേ വാഹനം അത് ശരീരത്തിൽ കയറി ആ ചെറിയ കുഞ്ഞു മരിച്ചുപോയി. അള്ളാഹു അതിന്റെ മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹു അതിനെ അവർക്ക് സ്വർഗത്തിൽ നേരത്തെ എത്തുന്ന ഒരു കുഞ്ഞാക്കി തീർക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്കൂ, നമ്മുടെ മക്കളെ, പുറത്തിറങ്ങുന്ന നമ്മുടെ കുരുന്നുകളെ, നമ്മുടെ കുട്ടികളെ ആരിലാണ് അവരുടെ കാര്യത്തിൽ നമുക്ക് ഭരമേൽപ്പിക്കാറുള്ളത്? എവിടെയാണ് നമുക്ക് ഉറപ്പുള്ളത്? ഈ അപകടങ്ങളുടെ കാലത്ത് ഒരിക്കലും നിലച്ചിരിക്കാത്ത നേരത്തിൽ ആളുകൾ വലിയ ആപത്തുകളിൽ പെടുന്നത് നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവല്ലാതെ പ്രിയമുള്ളവരെ ആരിലാണ് നമുക്ക് തവക്കുലാക്കാനുള്ളത്? അതുകൊണ്ട് അവനിൽ ആ ഹൃദയത്തിന്റെ പ്രവർത്തനം അത് മറന്നുപോകരുത്. പ്രിയ സഹോദരങ്ങൾ, ഇതാണ് ഈ 3 കാര്യങ്ങളില്ലാതെ തവക്കുലില്ല. 1, നീ അള്ളാഹുവിനെ അറിയുക. 2, നീ കാര്യങ്ങൾ പ്രവർത്തിക്കുക, നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ഹലാലായ സബബുകൾ ചെയ്യുക. 3, അമലുൽ ഖൽബ്, ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്. ഹൃദയം അള്ളാഹുവിൽ അവലംബിക്കുക. ഇനി സഹോദരങ്ങൾ, നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ തവക്കുലിന്റെ കാര്യത്തിൽ വഴിതെറ്റിയ, അതിന്റെ കാര്യത്തിൽ പിഴച്ച നിലപാടുകൾ എത്തിപ്പോയ ആളുകളുണ്ട്. ആ വഴികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ്? അതിൽ നമ്മൾ പോകാതിരിക്കാനാണ്. ഒരു കവി പാടിയിട്ടുള്ളതുപോലെ, ഞാൻ ഷർറ് മനസ്സിലാക്കി, എന്തിനാണ്? അത് ചെയ്യാനല്ല, മറിച്ച് അതിനെ സൂക്ഷിക്കാൻ. ഖൈറിൽ നിന്ന് ഷർറിനെ വേർതിരിച്ചറിയാത്തവൻ അതിൽ വീണുപോകും. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷർറിനെ കുറിച്ച് ചോദിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് കാണാം, കാന അന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി വകുൻതു അസ്അലുഹു അനിൽ ഷർ മഖാഫത അൻ യുദ്രികനി. ജനങ്ങൾ നബിയോട് ഖൈറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഷർറിനെ കുറിച്ച് ചോദിക്കുമായിരുന്നു. എന്തിനു വേണ്ടി? അതിൽ ഞാൻ അകപ്പെട്ടേക്കുമോ എന്ന പേടികൊണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക, നമ്മൾ തെറ്റിപ്പോകാതിരിക്കാൻ. തവക്കുലിന്റെ കാര്യത്തിൽ വഴിതെറ്റിയ പ്രധാനപ്പെട്ട കൂട്ടർ മറ്റാരുമല്ല, അവർ മുശ്രിക്കുകളാണ്. അല്ലാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിച്ചവർ, ഖബറാളുകളിൽ തവക്കുലാക്കിയവർ. ഒരുപാട് ആളുകൾ, മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നത് കാണാം, എന്റെ കാര്യം ഞാൻ ഇന്ന വലിയനെ ഏൽപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്, ഞാൻ എന്റെ കാര്യം അല്ലാഹുവിന്റെ റസൂലിനെ ഏൽപ്പിച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്, പ്രസംഗിക്കുന്നത് കാണാം. നോക്കൂ, ഇത് പച്ചയായ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മരണപ്പെട്ടവരിൽ തവക്കുലാക്കുക എന്നത്. കാരണം അവരുടെ അമലുകൾ മുറിഞ്ഞു പോയിരിക്കുന്നു, അവർക്ക് ഈ ലോകത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതുപോലെ നോക്കൂ, ആൾ ദൈവങ്ങളിലും മറ്റും തവക്കുലാക്കുന്നവർ, ആൾ ദൈവങ്ങൾ, അവന്റെ ദൈവമത പുട്ടപർത്തിയിലാണുള്ളത്. ആ പുട്ടപർത്തിയിലുള്ള അവന്റെ ദൈവത്തിൽ അവൻ തവക്കുലാക്കുകയാണ്. അവന്റെ ദൈവം അങ്ങ് ആശ്രമത്തിൽ കഴിയുകയാണ്. അല്ലെങ്കിൽ അവന്റെ ഷെയ്ഖ്, ഏതെങ്കിലും തരീഖത്തിന്റെ ഷെയ്ഖ് ഏതെങ്കിലും നാട്ടിൽ കഴിയുകയാണ്. അവൻ എവിടെയായാലും ആ ഷെയ്ഖിലാണ് തവക്കുലാക്കിയിട്ടുള്ളത്. അയാൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അവന്റെ മുന്നിലില്ല. ഇങ്ങനെ മുന്നിലില്ലാത്ത ഗായിബുകളായ ആളുകളിൽ തവക്കുലാക്കുക ശിർക്കാണത്. അതുപോലെ നോക്കൂ, മനുഷ്യനെ അവൻ ജീവിച്ചിരിപ്പുണ്ട് എങ്കിലും, അവൻ മുന്നിലുണ്ട് എങ്കിലും അവന് കഴിവില്ലാത്ത കാര്യത്തിൽ ഒരാൾ തവക്കുലാക്കുകയാണ്. ഒരാൾ തന്റെ തരീഖത്തിന്റെ ഷെയ്ഖിൽ തവക്കുലാക്കുകയാണ്. എന്ത്? എന്റെ ഈമാൻ അത് നിങ്ങൾ സംരക്ഷിക്കണം, എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരാൾ തവക്കുലാക്കുകയാണ്. അവൻ ജീവിച്ചിരിപ്പുള്ള മുന്നിലുള്ള ആളാണ്, പക്ഷെ അവന് കഴിയാത്ത കാര്യമാണ്. ഇതെല്ലാം നോക്കൂ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കുൻ അക്ബറായ തവക്കുലിൽ സംഭവിക്കുന്ന ഷിർക്കാണ്. വളരെ സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. രണ്ടാമത്തെ അബദ്ധം, അത് നോക്കൂ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അബദ്ധമല്ല എങ്കിലും അവരുടെ തൗഹീദിൽ അതിന്റെ പൂർണ്ണതയിൽ ഭംഗം സംഭവിച്ചിരിക്കുന്നു. അത് ഏത് രൂപത്തിലാണ്? അത് സഹോദരങ്ങളെ, നമ്മിൽ ഒരുപാട് പേർക്ക്, ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന സബബുകളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമുക്ക് ശമ്പളം തരുന്ന മുതലാളിയിൽ, ഇവരിലൊക്കെ ഒരു തരം ഹൃദയം കൊണ്ടൊരു അവലംബം നമുക്ക് വന്നു പോവുക. അവരില്ലെങ്കിൽ കാര്യം നടക്കുകയില്ല, ഇതില്ലെങ്കിൽ എന്റെ കാര്യം മുന്നോട്ട് പോവുകയില്ല എന്ന രൂപത്തിൽ ഒരു ചിന്ത മനസ്സിൽ വന്നു ചേരുക. നോക്കൂ, അതുകൊണ്ടൊരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല, അയാൾ മുസ്ലിം തന്നെയാണ്. പക്ഷെ അവൻ പലപ്പോഴും ഇത് പരിധി വിട്ടാൽ ഷിർക്കുൻ അസ്ഗറിൽ അവൻ അകപ്പെട്ടു പോകും. അഥവാ ചെറിയ ഷിർക്കിന്റെ പരിധിയിൽ അവൻ പെടും. ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോവുകയില്ല എങ്കിലും തൗഹീദിന്റെ പൂർണ്ണതക്ക് അത് ഭംഗമുണ്ടാക്കും. ഒരു സഹോദരങ്ങളെ, വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്.
ഇത് പറയാൻ വളരെ എളുപ്പമാണ്. തവക്കുൽ എന്ന വാക്ക് എത്ര എളുപ്പമാണ് ഉച്ചരിക്കാൻ. ഖാവും വാവും ഖാഹും ലാമും ഉച്ചരിച്ചാൽ തവക്കുലായി. പക്ഷേ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ റബ്ബിൽ തവക്കുലാക്കുന്ന പറയുന്ന വിശേഷിപ്പിച്ചത് ആരെയാണ്? സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൽ തവക്കുലാക്കുന്ന പറയുന്ന വിശേഷിപ്പിച്ചിരിക്കുന്നു വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ പോകുന്നവരെ കുറിച്ച്. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ ഹുമുല്ലദീന ലാ യക്തവൂൻ വലാ യസ്തർഖൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ കരിച്ചു കളയുന്ന ചികിത്സ ചെയ്യാത്തവരാണ്. കൈ എന്ന് പറയുന്ന തീ കൊണ്ട് കരിച്ചു കളയുന്ന ഒരു തരം ചികിത്സയുണ്ട്, അത് അനുവദനീയമാണ്. പക്ഷെ ചെയ്യാതിരിക്കലാണ് നല്ലത്. വലാ യസ്തർഖൂൻ, ഒരാളോട് എനിക്കൊന്ന് മന്ത്രിച്ചു തരൂ എന്നാവശ്യപ്പെടാത്തവരാണ്. അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. സ്വയം മന്ത്രിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അല്ലാഹുവിൽ നിന്റെ ഹൃദയം നന്നായി അവലംബിച്ചു നിൽക്കാൻ, മറ്റുള്ളവരിൽ നിന്റെ ഹൃദയം അവലംബിച്ചു പോകാതിരിക്കാൻ, അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ വലാ യതതയ്യറൂൻ, അവർ ശകുനം നോക്കാത്തവരാണ്. ശകുനം നോക്കൽ ശിർക്കാണ്. ശകുനം നോക്കുക ശിർക്കാണ്. ഇന്നത് പല കാര്യങ്ങളും ദുശകുനം കാണുക. ഒരു മൈനയെ കണ്ടാൽ അങ്ങനെ, രണ്ടെണ്ണത്തെ കണ്ടാൽ ഇങ്ങനെ, ഒരു പൂച്ച കുറുകച്ചാടിയാൽ ഇങ്ങനെ, അങ്ങനെ. ഇതെല്ലാം തീറ ശിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശിർക്ക് എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് ചെയ്യാത്തവരാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞത് നോക്കൂ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കുലാക്കുന്നവരാണ്. എന്താണ് അവർക്കുള്ള പ്രതിഫലം? സുബ്ഹാനല്ലാഹ്, യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവരാണ്. അതുകൊണ്ട് തവക്കുൽ സഹോദരങ്ങളെ പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല. അള്ളാഹുനോട് ദുആ ചെയ്യുക, അള്ളാഹുനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അപ്പൊ ഈ അബദ്ധം തവക്കുലിൽ സംഭവിക്കുന്ന രണ്ടാമത്തെ അബദ്ധമാണ്. മൂന്നാമത്തെ അബദ്ധം, പ്രിയമുള്ളവരെ, പലരും തവക്കുലിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള തെറ്റായ ധാരണയാണ്. അതെന്താണ്? അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ള സബബുകൾ ചെയ്യാതെ തവക്കുലാക്കാം എന്നതാണ്. അള്ളാഹു അനുവദിച്ചിട്ടുള്ള സബബുകൾ ചെയ്യേണ്ടതില്ല, അഥവാ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതില്ല എന്ന ഒരു ധാരണയുണ്ട് തവക്കുലിനെ കുറിച്ച്. അത് ശരിയല്ല, അതൊരിക്കലും ശരിയല്ല. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് അവരുടെ കുടുംബത്തിലും മറ്റുമൊക്കെ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ ചില്ലറയല്ല. ഒരാളെ കുറിച്ച് പറയുകയുണ്ടായി, ഇയാൾ ഈ രൂപത്തിൽ തവക്കുൽ മനസ്സിലാക്കിയ ആളാണ്. ചെറിയൊരു കുട്ടിയെയും കുട്ടി എങ്ങോട്ടോ ദൂരെ, സ്വന്തം മകനെയും കുട്ടി യാത്ര പോയി അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ചെന്നിറങ്ങി. കുറച്ചൊന്ന് നോക്കിയപ്പോ മകനെ കണ്ടില്ല. ഒറ്റയ്ക്കാൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറയണം, അങ്ങനെ എത്തിക്കോളും, ഞാൻ തവക്കുലാക്കിയിരിക്കുകയാണ് എന്ന്. ഒരു ശ്രമം പോലും നടത്താതെ. സുബ്ഹാനല്ലാഹ്, ഇത്തരം അബദ്ധധാരണകൾ ആളുകളെ എത്തിക്കുന്ന അബദ്ധങ്ങൾ നിസ്സാരമായിരിക്കുകയില്ല. പണ്ടൊരാൾ ഒരു സൂചിയും ഒരു പാത്രവും കുറച്ചു നൂലും മാത്രമെടുത്ത് യാത്ര പുറപ്പെട്ടത്രേ. അയാൾ അവകാശപ്പെട്ടത് ഞാൻ വലിയ തവക്കുലിന്റെ ആളാണ് എന്നാണ്. വലിയ തവക്കുലിന്റെ ആളാണ്, കാരണം ഞാൻ ഇത് മാത്രമാണ് എടുക്കുക, ഭക്ഷണമോ മറ്റോ ഒന്നും എടുക്കുകയില്ല. ഒന്നെനിക്ക് വുദൂ ചെയ്യാൻ ഈ പാത്രം വേണം, എന്റെ വസ്ത്രം കീറിപ്പോയാൽ അത് തുന്നാൻ ഈ സൂചിയും നൂലും വേണം, ഔറത്ത് വെളിവാകരുതല്ലോ. സുബ്ഹാനല്ലാഹ്, യഥാർത്ഥത്തിൽ ഇതെല്ലാം വ്യാജമായ അവകാശവാദങ്ങളാണ്. അങ്ങനെ തവക്കുൽ സാധ്യമല്ല. കാരണം ആ പറയുന്നതാണ് തവക്കുലെങ്കിൽ അയാൾ അതും കൂടി എടുക്കാൻ പാടില്ലായിരുന്നു. ഇതിനാണ് സൂചിയും നൂലും പാത്രവും എടുക്കുന്നത്, അതും എടുക്കരുതായിരുന്നു. സാധ്യമല്ല. യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാതെ, ഒരു സബബും സ്വീകരിക്കാതിരിക്കാൻ സാധ്യമല്ല. അത് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അത് നോക്കൂ, തവക്കുലിന്റെ കാര്യത്തിൽ ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധമാണ്, മുശ്രിക്കുകൾക്ക് സംഭവിച്ച അബദ്ധം. അതുപോലെ നമ്മിൽ പലർക്കും സംഭവിക്കുന്ന ഹൃദയം സബബുകളിൽ അവലംബിച്ചു പോവുക എന്ന അബദ്ധം, സബബുകൾ തീരെ ചെയ്യാതിരിക്കുക എന്ന അബദ്ധം. ഇത് മൂന്നും നോക്കൂ, തവക്കുലിൽ സംഭവിക്കുന്ന അബദ്ധമാണ്. അതുകൊണ്ട് ശരിയായ രൂപത്തിൽ നമ്മൾ തവക്കുൽ മനസ്സിലാക്കുക. നോക്കൂ, ഇതാ ഇബാദത്തുകൾ ചെയ്യാൻ റമദാൻ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള നാളുകളിൽ ഇബാദത്തുകൾ നന്നായി ചെയ്യാൻ സഹോദരങ്ങളെ അല്ലാഹുൽ തവക്കുലാക്കുക. ഈ മസ്ജിദിൽ ജുമുഅക്ക് വരുന്ന സഹോദരങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം, ജുമുഅ ഖുതുബ ആരംഭിക്കുന്നതിന് മുൻപ് എത്തിച്ചേരുക എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുകളുടെ വാതിൽക്കൽ മലക്കുകൾ നിൽക്കും. കയറി വരുന്നവരെ ഓരോരുത്തരെയായി രേഖപ്പെടുത്തും. ഇമാം മിമ്പറിൽ കയറിയാൽ അവരവരുടെ ഏട് അടച്ച് ഖുതുബ കേൾക്കാൻ സന്നിഹിതരാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ വലിയ ഖൈർ നഷ്ടപ്പെടുത്തരുത് എന്ന് സ്നേഹത്തോടെ നസീഹത്തോടെ ഉണർത്തുക. നേരത്തെ
ജുമുഅക്ക് വന്ന് ശീലിക്കുക. നമ്മുടെ ദിവസമാണ്, നമ്മുടെ ഈദാണ്, ആഴ്ചയിലെ ഈദാണ് യൗമുൽ ജുമുഅ എന്നാണ്. ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ ചില്ലറയല്ല. അല്ലാഹു ആദം നബിയെ പടച്ച ദിവസം, സ്വർഗത്തിലാക്കിയ ദിവസം, സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാം പുറത്താക്കപ്പെട്ട ദിവസം, അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം, നോക്കൂ, സലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന നേരമുള്ള ദിവസം. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി നേരത്തെ മസ്ജിദിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് ഖൈറുകൾക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم وفقنا للصيام والقيام وقراءة القرآن. اللهم ارزقنا فضل ليلة القدر يا رب العالمين. صلى الله وسلم على نبينا محمد.